സർവീസ് റോഡ് എല്ലാം 2 വേ ആണ്. NH66 പഴയ 47ന്റെ പുതിയ വേർഷനാണ് NH66. അതിന്റെ സൈഡ് റോഡ് എല്ലാം 2 വേ ആണ്. നമ്മൾ ഇടതുവശം ചേർന്ന് മാത്രമേ വാഹനം ഓടിക്കാവൂ. ബെസ്റ്റ്. അങ്ങനെ ഞാൻ ഇടതുവശത്തു കൂടിയാണ് ഈ സർവീസ് റോഡിലൂടെ വാഹനം ഓടിക്കുന്നതെങ്കിൽ എൻ്റെ ബൈക്ക് ആ കാനയ്ക്കകത്ത് വീണിട്ടുണ്ടാവും. ഇവിടെ ഇപ്പോൾ റോഡ് ഏതാണ് തോടേതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ? നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം. അങ്ങനെ അധികാരത്തിലിരിക്കുന്നവർ ചർച്ച ചെയ്ത് തീരുമാനിച്ച റോഡായിരിക്കും ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും പിഷാരടി? എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും? റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം. അതെ, അങ്ങനെ തന്നെ. റോഡ് വെട്ടിക്കഴിഞ്ഞ ശേഷം കുത്തിയ കുളമാണ് ഈ കാണുന്നത്. പേരിന് കുറച്ച് റോഡുണ്ട്. അപ്പൊ റോഡ് കുളമാവില്ലേ? അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ. എന്തൊരു ദീർഘവീക്ഷണം! നമ്മുടെ റോഡുകളെല്ലാം മിക്കവാറും കുളമാണല്ലോ. ഇനിയിപ്പം ഈ സർവീസ് റോഡുകളൊക്കെ 2 വേ ആക്കേണ്ട താമസമേ ഉള്ളൂ. ഇവിടെ ബ്ലോക്കിന്റെ അയ്യൊരു കളിയായിരിക്കും. പിന്നെ ഇതുവരെയും കുഴിയിൽ വീഴാത്തതിന്റെ ഭാഗ്യം. റോഡ് കുളത്തിലൂടെ ആയാലെന്താ? അങ്ങനെ കുളത്തിലുള്ള ഒരു സർവീസ് റോഡിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടുകാർക്ക് NH66ന്റെ അടുത്തുള്ള ഈ സർവീസ് റോഡ് പരിചിതമായിരിക്കും. വലതുവശത്തൂടെ പോകുന്ന ലോറി ഇടതുവശത്തൂടെ ബസ് ഓവർടേക്ക് ചെയ്യുന്നു. ഏത് റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചാലും ഇടതുവശം ചേർന്ന് ഓടിക്കാവൂ. പക്ഷെ ആൾക്കാർ ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്ന ട്രെൻഡാണിത്. ആൾക്കാർ പേടിച്ചിട്ട് ഇത് വൺ ഡേ ആണ്, എന്നെ വന്നിടിച്ചു കളയും, ഞാൻ പതുക്കെ ഒതുങ്ങി വലതുവശം ചേർന്ന് അങ്ങ് പോകും. അപ്പോൾ ഈ പോകുന്ന വലിയ വാഹനങ്ങളൊക്കെ വലതുവശം ചേർന്ന് ഓടിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ആരെ പേടിച്ചിട്ടാണാവോ? റോഡ് നിറയെ വെള്ളക്കെട്ടും കുണ്ടുകളും കുഴികളും. ഇത്രയും വലിയ ലോറി അവിടെ മറിഞ്ഞെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഇരുചക്ര വാഹനങ്ങൾക്ക് എന്താണ് സുരക്ഷ? സർവീസ് റോഡുകൾ 2 വേ ആണെന്നുള്ള തീരുമാനം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഈ റോഡിലേക്ക് 2 വഴി വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും ബ്ലോക്കായിരിക്കും. മാത്രമല്ല റോഡിൻ്റെ ദുരവസ്ഥ നമ്മളെല്ലാവരും കാണുന്നതല്ലേ. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണ്ടേ? കാറിൽ മാത്രം സഞ്ചരിക്കുന്ന അധികാരികൾ ദയവായി ഈ സർവീസ് റോഡിൽ വന്ന് കാലൊന്ന് തറയിൽ കുത്തുക. ഒരു ബൈക്കോ സൈക്കിളോ എടുത്ത് ഈ വഴിയൊന്ന് സഞ്ചരിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത്.